ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ എൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇന്നിപ്പോൾ കുക്കിംഗ് ഒന്നുമില്ല, രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു, അടുക്കളയൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ടു. പിന്നെ ഇനിയിപ്പോൾ സിങ്കൊക്കെ തേച്ച് കഴുകാനുണ്ട്. നമ്മുടെ വീടൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ടൊക്കെ ഇരിക്കുന്നത് കാണാനല്ലേ നമുക്കെല്ലാവർക്കും ഇഷ്ടം. രാവിലത്തെ പണികളൊക്കെ ഒരു ഓർഡറാക്കി ചെയ്യുവാണെങ്കിൽ എളുപ്പം പണികളൊക്കെ കഴിയും. എനിക്ക് അടുക്കളയിലാണ് കൂടുതൽ പണികൾ ഉള്ളതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് അടുക്കളയാണ് ഞാൻ എപ്പോഴും ആദ്യം വൃത്തിയാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റൂമിലേക്കൊക്കെ പോകത്തുള്ളേ. വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് മൊത്തം ഒരു റിലാക്സ് ആയ പോലെ തോന്നത്തില്ലേ. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അരമണിക്കൂർ കൊണ്ട് ദിവസവും ചെയ്യുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നും. ഇന്നിപ്പോൾ തറയൊന്നും തുടച്ചിട്ടൊന്നുമില്ല, എന്നാലും നല്ല വൃത്തിയായിട്ടുണ്ട്. എല്ലാം ഒന്ന് കറക്റ്റ് സ്ഥലത്ത് എടുത്ത് വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമായിരുന്നേ. ആഴ്ചയിൽ ഒന്നെങ്കിലും നമ്മൾ കറക്റ്റ് ബെഡ്ഷീറ്റ് മാറ്റണം. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തുണികൾ മടക്കാനുണ്ടായിരുന്നു. പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ട് സ്റ്റൗവും പിന്നെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടതേ ഉള്ളൂ. രാവിലെ തന്നെ എവിടെയെങ്കിലും പോകാനുള്ളപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാഴിക ഉള്ളപ്പോഴോ ഒക്കെയാണ് ഞാൻ ഇതുപോലെ സിമ്പിളായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുന്നത്. പക്ഷേ നമ്മൾ ഇതുപോലും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്താൽ തീരെയല്ലാത്ത പോലെ പണിയാവും. ചില ദിവസങ്ങളിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. നമ്മൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു എനർജി ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു എനർജി ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്കൊരു മടിയൊക്കെ തോന്നും, നാളെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മളവിടെ പെൻഡിങ് ആക്കി ഇടുമ്പോൾ പിറ്റേ ദിവസം പിന്നെ അത് നമുക്ക് ആകെപ്പാടെ മടിയും ക്ഷീണമൊക്കെ പിടിക്കും. ഇന്നിപ്പം ആ ഒരു പതിവ് തലവേദന എൻ്റെ കൂടെ തന്നെ ഉണ്ട്. തല അനക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ രാവിലെ കുറേ താമസിച്ചാണ് എഴുന്നേറ്റതും. അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണമൊക്കെ വേഗം ഉണ്ടാക്കിയും രാവിലത്തെ എല്ലാം കഴിച്ചു. അതൊക്കെ കഴിഞ്ഞേച്ച് പിന്നെ പെട്ടെന്നൊന്ന് ക്ലീൻ ആക്കി ഇടുക കേട്ടോ. വീടൊക്കെ എത്ര വൃത്തികേടായിട്ട് കിടന്നാലും പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് വീടൊക്കെ നല്ല അടിപൊളിയാക്കി ക്ലീൻ ആക്കി ഇടൂലേ, അതുപോലെ. സത്യത്തിൽ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മണിക്കൂറുകളോളം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ ഹാബിറ്റ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങള് മുട്ടിലുകാരാണ്. നമുക്ക് പാലിയേറ്റീവ് വർക്കേഴ്സാണ്. സ്പർശം പെടാൻ പാലിയേറ്റീവ് ഒരു ആശുപത്രി ഉണ്ടാക്കുകയാണ്. ക്യാൻസർ കെയർ ഹോം ആശുപത്രി. അതായത് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് ചികിത്സ എല്ലാവരും പരിചരിക്കാൻ ആളില്ലാതെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. ആ ആൾക്കാരൊക്കെ കൂടുതലുള്ള ആൾക്കാർ 5-6 പേര് ഞങ്ങൾ ഓക്കെ വണ്ടിയൊക്കെ ആയിട്ട് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് ചികിത്സ പൈസ ഇല്ലാതെ ആളില്ല. ക്യാൻസറിന്റെ വീട്ടിൽ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള രോഗികളായിട്ട് മരണം വരെ സൗജന്യമായി നോക്കുക. അവിടുന്ന് മരിച്ചു 7 മത്സരമായാലും അവരവർക്ക് ആചാരപ്രകാരം കൊണ്ട് 3 കോടി രൂപ ചെലവിലുണ്ടാക്കുന്ന വലിയൊരു ആശുപത്രിയാണ്. സർക്കാർ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഡയറ്റിന്റെ റിട്ടയർഡ് പ്രിൻസിപ്പൽ പ്രൊഫസർ ചെയർമാൻ, അതേപോലെ ജില്ലാ ബാങ്ക് ഇൻകം ടാക്സിന്റെ 12 ഒക്കെ ഉള്ള വലിയ സ്ഥാപനമാണ്. ഇപ്പൊ പണ്ടൊരു 2 കോടിയോളം പൊതുജനങ്ങളുടെ കയ്യിൽ പിരിച്ച് 3 നില വാർത്ത് തേപ്പ് വരെ ആരംഭിച്ചു. അത് പണി പൂർത്തിയാക്കാൻ സഹായത്തോടാണ്. ഇച്ചിരി കാറ്റും വെളിച്ചവും കൊള്ളാൻ വേണ്ടിയിട്ട് കൂടം തുറന്ന് വെച്ചപ്പോഴത്തേക്ക് ഒരുത്തി അവിടുന്ന് ചാടി താഴോട്ട്. കവറിനകത്ത് എന്നതാ? കോഴിത്തീറ്റയോ? ഒരെണ്ണം പുറത്ത് ചാടി വന്നിട്ട് കുടിക്കുക വെള്ളം. പെണ്ണാണോ? കാണുമ്പോൾ മനസ്സിലാവും. നിന്നെ പോലെ അനുസരണം ഇല്ലാത്തതാ. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മച്ചിക്ക് ബത്തേരിക്ക് പോകണം. അന്നേരം ഇവിടെ ഒന്ന് വെറുതെ ഒന്ന് കയറിയിട്ട് അങ്ങനെ പോകാൻ വേണ്ടി വന്നതാണ്. ഇന്നിപ്പോൾ വലിയ മഴയൊന്നുമില്ല, മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. ചെറിയ വെയിലൊക്കെ തെളിയുന്നുണ്ട്. എന്നാലും തുണി എടുത്ത് മുറ്റത്തിടാൻ സമ്മതിക്കത്തില്ല. തുണി നമ്മൾ എടുത്ത് മുറ്റത്തിടുമ്പോഴത്തേക്ക് മഴ ചാറും. അതെടുത്തുകൊണ്ട് അകത്ത് വെക്കുമ്പോഴത്തേക്ക് വെയിൽ ചെറുതായിട്ട് തെളിഞ്ഞു വരികയും ചെയ്യും. എല്ലായിടത്തും എങ്ങനെയാണ്, മഴയൊക്കെ കുറഞ്ഞോ? ഇത് ഇന്നത്തെ വീഡിയോയാ. പിള്ളേർക്ക് 2 പേർക്കും അവധിയായതുകൊണ്ട് അവർ 2 പേരും വീട്ടിലുണ്ട്. അക്കു ആട്ടോ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ എടുക്കുന്നത്. അവൾക്ക് ഇതുപോലെയുള്ള പൂക്കളുടെയും കാടിൻ്റെയും ചെടിയുടെയും ഒക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇളം വെയിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഒക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോണും എടുത്തുകൊണ്ട് ഓടുവേ.
ഈ ഒരു ചെണ്ടുമല്ലിയുടെ ചെടിയുണ്ടല്ലോ, ഇത് മുറ്റത്ത് മുഴുവനും കാട് പോലെ പിടിച്ച് തിങ്ങി തിങ്ങി വളരുമായിരുന്നു. ഇതിൻ്റെ അരി വീണിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തൈകളുണ്ടായി നിറച്ച് പൂക്കളും ഒക്കെ ആയി വരും. കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷേ ഭയങ്കരമായിട്ട് കാട് പോലെ ആവും. അങ്ങനെ ആകുമ്പോൾ വൃത്തികേടല്ലേ. അതുകൊണ്ട് കുറേ ചെടികളൊക്കെ പറിച്ച് കളഞ്ഞു. 1-2 ഉണ്ട് ഇപ്പം. ഇല്ലമ്മച്ചി. ആ വെക്ക്. കുറച്ച് ആ പേടിച്ച് എന്താ അവിടെ നീ എന്താ കോഴി എടുത്ത് പോയേ? ചെടിച്ചട്ടിയിലൊക്കെ കാട് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് എല്ലാം കറക്റ്റായിട്ട് എടുത്ത് വെക്കണം. ഇനി വാ. ഈ ഒരുപാട് ഇല ഇങ്ങനെ തിങ്ങിയിട്ടുള്ള ചെടികൾ അങ്ങോട്ട് കയറ്റി വെക്കണ്ട. അങ്ങനെ അതൊന്നും കയറ്റി വെക്കണ്ട. 2 ഇല്ലേ. പിന്നെ എടുത്ത് വെക്കുമ്പോൾ ഇതിനകത്ത് വല്ല കാടൊക്കെ ഉണ്ടെങ്കിലേ കാടൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് എടുത്ത് അങ്ങോട്ട് വെക്ക് കേട്ടോ. കുഞ്ഞോ, വെള്ളത്തിൽ കളിക്കല്ലേ. എവിടെയാ? ഇവിടെ. അങ്ങോട്ട് കയറ്റി വെക്കണോ? വീഴുവോ? അത് നടുക്കത്തെ കല്ലിലല്ലേ ഇരിക്കുന്നേ, വീഴുവോ? അങ്ങനെ ചെടി വെച്ചിട്ട് പിന്നെ അനക്കാൻ കിട്ടത്തില്ല. അമ്മ ഈ ചെടി എടുത്തോണ്ട് വരട്ടെ? വേണ്ട, അതവിടെ ഇരുന്നോട്ടെ, അത് എടുക്കണ്ട. എന്നതാ കാട് കുറച്ചാണ് വെക്കുമ്പോ. അത് കീഴാർ നെല്ലി അടി. അത് ആ ചെടിയുടെ ഇലയുടെ അടിവശത്തൊരു കുഞ്ഞു കുഞ്ഞ് കാ കണ്ടില്ലേ, അതിനെയാണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത്. നെല്ലിക്ക പോലത്തെ ചെറിയ ചെറിയ കുരുക്കൾ കാണുന്നത്. മരുന്നാ അത്, കീഴാർ നെല്ലി. ഈ ചെടിച്ചട്ടിൽ അതാണ് വളർത്തണ്ട, അത് പറിച്ചു കളഞ്ഞു. ഇതിനകത്ത് വേറെ വേര് പിടിച്ചു. ഇതിനകത്തൊന്ന് മാറി അതിനകത്തേക്ക് കയറി പിടിച്ചു. ഇവിടെ ഇരിക്കട്ടെ, നോക്കാം. നോക്കട്ടെ. മണ്ണ് നിലക്കി കൊടുക്കും. ചെറിയൊരു കമ്പെടുത്ത് വന്നിട്ട് അതാണ്ട് അപ്പത്തേക്ക് കമ്പെടുക്കുന്ന. അമ്മ ആ നീലസ്ട്രോബ കഴിക്കാൻ കൊള്ളാം. കഴിക്കാനോ? അത് ചെടിയാ. ഈ ചെടിച്ചിട്ട് എടുത്താ അങ്ങോട്ട് വെക്കും. അല്ല, ഞാൻ തന്നാ മറ്റേ അത് നിലത്ത് വെക്കാനാ തന്നെ. അത് വള്ളി പോകുന്നില്ലേ, നിലത്ത് വെക്കത് അവിടെ വെക്കേ. കിട്ടിയ കണക്കാവോ? ഇനി ഇതെടുത്ത് അങ്ങോട്ട് വെക്കും. ആ ചെടി അത് ഞാൻ വൃത്തിയാക്കി വെച്ചേക്കുന്നു. അതങ്ങനെയാ, നിലത്ത് വീണാൽ അങ്ങനെ പറ്റിപ്പിടിച്ച് വളരുന്ന ചെടിയാ അത്. ഇതെന്താ ഇവിടെ ഇവിടെ ഇങ്ങനെ ഓരോന്ന് കാണുമല്ലേ. പതുക്കെ പതുക്കെ കേട്ടെ, നല്ല ഓരോന്നോരോന്ന് കാണാൻ പറ്റുള്ളൂ. അത് അതെങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കല്ലേ. ഇതിനെന്നാ പേര് പറയുന്നേ? ഇഷ്ടപ്പെട്ടോ?
ഇനി ലൈറ്റ് ഓഫ് ആക്കിയല്ലേ കാണാൻ പറ്റുള്ളൂ. ചേട്ടാ എല്ലാ ലൈറ്റും പോയി ഓഫാക്കിയോ? മൊത്തം ലൈറ്റ് ഓഫാക്കണ്ട. ചേട്ടായി വൈകുന്നേരം വന്നപ്പോൾ അവൾക്ക് കളിക്കാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നതാണ്. അതേതായാലും നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നേച്ച് പിന്നെ ചേട്ടായി കൊണ്ടുവന്ന മീനൊക്കെ ഞാൻ കറി വെക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.